പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 11/9/2023 പ്രസിദ്ധീകരിക്കുമെന്നാണ് വെബ്സൈറ്റ് വഴി അറിയിച്ചിട്ടുള്ളത്. റീപബ്ലിഷ് ചെയ്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം ഇന്നലെ വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യം നൽകിയിരുന്നു. ഫെഡറൽ ബാങ്ക് ചലാൻ വഴി ഫീ പേയ്മെൻറ്റ് നടത്തുന്ന വിദ്യാർത്ഥികളുടെ പേയ്മെൻറ്റ് എഫക്റ്റിൽ വരാൻ 24 മണിക്കൂർ വരെ സമയം എടുക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. ഇനി അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒന്നാണ് PNCMAC വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ്. അത് നാളെ 12/9/2024 പ്രസിദ്ധീകരിക്കുമെന്നാണ് വെബ്സൈറ്റ് വഴി അറിയിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് 5 മണിക്ക് ശേഷമായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. PNCMAC വെബ്സൈറ്റ് വഴി അതിൽ ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്യാത്ത സീറ്റുകൾ ഏതൊക്കെ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകദേശം 500ഓളം സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടാണ് അതിൽ കാണുന്നത്. അത് പല വിദ്യാർത്ഥികൾക്കും അവസരം നൽകുന്നു. ഇനി LBSൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ പോകാം. LBSൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമായിരിക്കും കോളേജ് ജോയിനിങ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആ ഒരു സമയം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ്, ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെടുന്ന വീഡിയോ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കോളേജ് ജോയിനിങ് നടത്തിയിട്ടില്ല എങ്കിൽ, കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതേസമയം ഇങ്ങനെ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സൗകര്യം മുൻ വർഷങ്ങളിലൊക്കെ LBS നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഓപ്ഷൻ നൽകി അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ, അവർ ഇതിനകം ഫീ പേയ്മെൻറ്റ് നടത്തിയ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് അതിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള തുക നൽകി കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം 10ഓളം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിലും ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം, നടത്താത്തവർ ആണ് എങ്കിൽ പേയ്മെൻറ്റ് നടത്തിയ ശേഷം ആ ഒരു സമയം തന്നെ കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അവർക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റുകളൊന്നും അതുവരെ ലഭിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെങ്കിലും, സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് ലഭിക്കുന്ന NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. NOC എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രകാരം മറ്റൊരു കോളേജിലേക്കോ കോഴ്സിലേക്കോ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷന് വേണ്ടി നൽകിയിരിക്കുന്ന ഫീസും അവിടെ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റും തിരികെ നിങ്ങൾക്ക് തന്നെ തരും എന്നതിനുള്ള കോളേജിൻ്റെ ഒരു സമ്മതപത്രമാണ്. ഇത് നൽകൽ, NOC നൽകൽ കോളേജുകാർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം നൽകിയാൽ മതി. അങ്ങനെയാണ് അതിൻ്റെ സർക്കാർ നിയമവശമുള്ളത്. അതുകൊണ്ട് തന്നെ ചില കോളേജുകാർ NOC നൽകാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ NOC തരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തുന്നത് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കോളേജും കോഴ്സുമാണ്, അതുപോലെ തന്നെ അവർ NOC തരില്ല എന്നുമാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് അവിടെ ജോയിൻ ചെയ്യാതെ പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. വരാൻ പോകുന്ന കോളേജ് ജോയിനിങ് നടന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജിലും എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്ന് അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് LBSൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. LBSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഫാർമസി, എഞ്ചിനീയറിംഗ് ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ LBSലേക്ക് നൽകുന്ന ടോക്കൺ ഫീ തിരികെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് പേയ്മെൻറ്റ് നടത്തിയവരായിട്ടുള്ള കുറേ വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളിൽ പലരും മെഡിക്കൽ കോഴ്സുകളിലേക്കോ മറ്റോ ലഭിക്കുകയാണ് എങ്കിൽ അതിലായിരിക്കും ജോയിൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത്തരം സീറ്റുകളൊക്കെ LBSൽ വേക്കൻസി ആയിട്ട് വരുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വേക്കൻസി ലിസ്റ്റ് വരണം. അതിന് ആദ്യം കോളേജ് ജോയിനിങ് അവസാനിക്കണം. ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നവർക്കും നന്ദി, നമസ്കാരം.